ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു VMC മലയാളം. VMC എന്നാൽ വെജിറ്റേറിയൻ മെഡിറ്റേഷൻ ചാനൽ. എൻ്റെ പേര് സീമ സുഭാഷ്. ഇന്ന് നമ്മുടെ ഈ ഒരു മെർക്കബ ഹീലിംഗ് പിരമിഡ് ഹൗസിലേക്ക്, നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവ്യാത്മസ്വരൂപം, ഒരുപാട് ദിവ്യാത്മസ്വരൂപർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മണി സാറിൻ്റെ എക്സ്പീരിയൻസ് കേൾക്കാം. അദ്ദേഹം ലോട്ടറി വിറ്റിട്ടാണ് അദ്ദേഹം ജീവിക്കുന്നത്. പക്ഷെ എന്നാലും അവരുടെ ആധ്യാത്മികതയിലുള്ള അവരുടെ ഒരു തീവ്രമായിട്ടുള്ള തപന, ശ്രദ്ധ, സമർപ്പണം, അതേപോലെ തന്നെ അംഗീകാര തത്വത്തിലൂടെ അവർ സാധിച്ച സ്ഥിതി, അതേപോലെ തന്നെ അവരുടെ അനുഭവങ്ങൾ ഓരോരുത്തരും, ഓരോ ധ്യാന സാധകൻ്റെയും ആത്മീയ പ്രകൃതിക്ക് ഒരുപാട് ഉപകാരം ചെയ്യുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ സ്നേഹസാദര VMCയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. വെൽക്കം മണി സർ, വെൽക്കം ടു VMC മലയാളം. എത്ര കാലമായി അങ്ങ് ഈ VMC കണ്ടിട്ട്, കേട്ടിട്ട്, പരിചയപ്പെട്ടിട്ട്? കണ്ടിട്ട് 2 വർഷം, ഞാൻ തുടങ്ങിയിട്ട് 1.5 വർഷം. എങ്ങനെ കണ്ടു VMC? കൂട്ടുകാരനായിട്ടാണ് പരിചയപ്പെട്ടത്. അവൻ മൂപ്പര് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്തത്. ചെയ്ത് ഒരു 41 ദിവസം കഴിയുമ്പോൾ ഇതെങ്ങനെയാണോ സാറിന് പരിചയപ്പെടാൻ? ആ വ്യക്തിയായിട്ട് എങ്ങനെയാ പരിചയപ്പെട്ടത്? VMC പറഞ്ഞിട്ട് ഞാൻ ഇതിന്റെ മുന്നേ അയാളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, ലോട്ടറി അല്ല, മൂപ്പര് ജോലിയാണ്. അപ്പോൾ മൂപ്പരാണ് ബാങ്കിലാണ്. അപ്പോൾ മൂപ്പരാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ചെയ്തിട്ട് ഞാൻ എന്താ പറയാ, അതിൽ ഇതിന്റെ മുന്നേ ഞാൻ ബ്രഹ്മകുമാരിസിലൊക്കെ പോയിട്ടുണ്ട്. അമൃതാനന്ദമിന്റെ ഇതിലൊക്കെ ചെയ്തു പോയിട്ട്. പക്ഷെ ഇതിലൊരു 41 ദിവസം ഒരു കരിമലക്ക് മാലയിട്ടിരിക്കുകയാണ്. ആ ഒരു മണ്ഡലം ഇതിൻ്റെ ഉള്ളിൽ എനിക്കത് കിട്ടി. എത്ര സമയം ചെയ്തിരുന്നു? ഞാൻ അന്ന് വന്നിട്ട് 2 മണിക്കൂർ ഇരിക്കുമ്പോൾ, ഒരു 1.5 ഫസ്റ്റിലൊക്കെ ഇരിക്കുമ്പോൾ ഒരു 25 മിനിറ്റ് മണിക്കൂറൊക്കെ ഇരുന്നിട്ടാണ് 2 മണിക്കൂറായി, അത് 3 മണിക്കൂറായി. 3 മണിക്കൂർ പിന്നെയും കൂടുതലൊക്കെ. പക്ഷെ അതങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് 1 മണിക്ക്, മിക്കവാറും 1 മണിക്ക് കഴിച്ചിട്ട് ഞാൻ 2 മണിക്ക് കൊടുത്തു. 2 മണിക്ക് വീടെത്തിയിട്ട് എന്തെങ്കിലും കുറച്ച് കഴിച്ചിട്ട് പിന്നെ പെട്ടെന്ന് ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ അങ്ങനെ ഇരിക്കും. പിന്നെ 5 മണിക്കാണ് ഞാൻ ഇരിക്കും. 5 മണിക്ക് എണീക്കും. പിന്നെ അത് കഴിഞ്ഞ് പോകും. വീണ്ടും ഒരു 7 മണിക്ക് വന്ന് 9 മണിക്ക് ആഹാരം കഴിച്ചിട്ട് വീണ്ടും 9 മണിക്ക് ഇരിക്കും. പിന്നെ 12-1 മണിയാവും. ആ ഒരു 41 ദിവസത്തില് അങ്ങയിലുണ്ടായ മാറ്റങ്ങൾ, അല്ലെങ്കിൽ അങ്ങ് ഗ്രഹിച്ച കാര്യങ്ങൾ എന്തൊക്കെ? അത് ഒരുപാട് എന്താ പറയാ, നമ്മൾ കാണാൻ പറ്റാത്ത ആത്മാവുകൾ, നമ്മൾ മരിച്ചുപോയിട്ട് വർഷങ്ങളായ അവരിനിടയ്ക്ക് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ധ്യാനത്തിലൂടെ പിന്നെ സംസാരിച്ചു. നിങ്ങൾ ആരാണെന്ന് ഞാൻ ചോദിച്ചു, മനസ്സുകൊണ്ട് ചോദിച്ചത്. അവർ എൻ്റെ അടുത്ത് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവർ അങ്ങനെ വിളിച്ചു പോയി. പിന്നെ തിരിച്ചൊന്നും പറഞ്ഞില്ല. പിന്നെ അതേമാതിരി ഒരു ഭഗവാൻ അതും ചിരിച്ചുന്നുണ്ടായിരുന്നു. അത് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലായില്ല. നല്ലൊരു ജ്യോതിഷ് തെളിഞ്ഞുകൊണ്ട് അത് അയ്യപ്പൻ്റെ സമയമാണ്. പക്ഷെ ക്ലിയറായിട്ട് ഞാൻ കണ്ടു, മുകളിൽ നിന്ന് കണ്ടത്. അതുപോലൊരു സുഖം വേറെ ഉണ്ടാകും. ഒരു നിധി ഭൂമിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല, ഇനി അത് കിട്ടൂല്ല. ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ അത് അറിയുള്ളൂ. എല്ലാവർക്കും അത് അറിയില്ല. അത് ചെയ്ത് അതിൽ നമ്മൾ ആ സംഭവത്തിൽ പോയി കഴിഞ്ഞാൽ അതൊന്നും ആരും വിട്ടു പോകുകയില്ല. മറ്റുള്ള ആത്മാവുമായിട്ട് നമുക്ക് മനുഷ്യനെ കാണാൻ കിട്ടില്ല. എനിക്കത് നമ്മൾ സ്വയരൂപത്തിൽ കാണാൻ കിട്ടില്ല. പക്ഷെ ഇതിൽ കൂടെ ആത്മാക്കളിൽ കാണാൻ സാധിക്കും നമുക്ക്. അത് 100% സത്യം. ഞാൻ കണ്ടതുകൊണ്ട് അനുഭവിച്ചതാണ്. അവരുമായിട്ട് ഞാൻ സംസാരിക്കാറ്, അവർ നിന്ന് തരുന്നില്ല. അവരങ്ങനെ നമ്മൾ മനസ്സുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ ആരാണ് ചോദിക്കുമ്പോഴേക്കും അവരങ്ങനെ. അതല്ല, അവരിപ്പോ മണി സാറിന് പേടിയുണ്ടോ ഇല്ലയോ എന്നുള്ള പരീക്ഷിക്കാൻ വന്നവരാവും. ആരാന്ന് ചോദിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ആൾക്ക് പേടിയില്ല എന്നുള്ളത്. പിന്നെന്താ അവിടെ പരീക്ഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഈ ദൈവ ജ്യോതിസിനൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആത്മാനന്ദം എത്ര ദിവസം, ഇന്നും ഇത്രയും കാലത്തിന് ശേഷം ഇന്നും അത് കണ്ണീര്, ആനന്ദ കണ്ണീര് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ആവുന്നുണ്ട് ഇല്ലേ? ഓക്കെ. പിന്നെ ശാരീരികപരമായിട്ടൊക്കെ എങ്ങനെയായിരുന്നു? പോകുന്നുണ്ട്. പിന്നെ എന്താ പറയാ, വീട്ടില് അങ്ങനെ വലിയായിട്ടൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല. സന്തോഷം തന്നെയാണ്. ധ്യാനം ചെയ്യുന്നതുകൊണ്ട് വൈഫും അതില്ല, ആർക്കും ആരും വിളിക്കുകയും ഒന്നും ചെയ്യില്ല. ഇരുന്ന് കഴിഞ്ഞാൽ ആരെയും വിളിച്ചാലും മൂപ്പര് പഠിക്കില്ല പറയും.
അത് ശരി. അല്ലെങ്കിൽ കെട്ടിയ സന്യാസിയായി പോകുന്നുള്ള വല്ല പേടിയൊന്നുമില്ലല്ലോ. അതൊന്നുമില്ല. എന്നുവെച്ചാൽ ധ്യാനം ചെയ്തുകൊണ്ട് ഭാര്യയോടോ കുട്ടികളോടോ വെറുപ്പോ ഒന്നുമല്ലല്ലോ. ഇനി അത്ഭുതമായിട്ടല്ലേ കുടുംബത്തിൽ നടന്നു പോണ്. വളരെ ഡീസന്റ് ആയിട്ടാണ്. പക്ഷെ അവര് തന്നെ പറയും മുപ്പരിപ്പ് എണിക്കില്ല, രാത്രി ഇരിക്കുകയാണെങ്കിൽ ശരി. ചില സമയത്ത് ഞാൻ ഒരു 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ 9 മണി 10 മണി വരെ ഇരിക്കും. ആ സമയത്ത് ആരെങ്കിലും വന്നിട്ട് എന്നെ അന്വേഷിച്ച് കഴിഞ്ഞ് മുപ്പരിങ്ങനെ ഇരിക്കുകയാണ്, ഇപ്പോൾ എണിക്കില്ല. എന്താ പറയാനുള്ളത് പറയും, ഞാൻ പറയാം, അതനുസരിച്ചിട്ട് പറയാം. അപ്പം നമ്മളിത് കേട്ടിട്ട് ഇരിക്കുകയും നമ്മൾ അല്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ഒന്നുമില്ലെങ്കിലും നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് ശ്രദ്ധ കിട്ടും. അപ്പം ഞാൻ ചിലപ്പോൾ സമയത്ത് വേണ്ടപ്പെട്ട ഒരാളാണെന്ന് തോന്നി അങ്ങനെ എണിക്കും. അങ്ങനെ വെച്ചിട്ട് വരും, എന്നിട്ട് എന്താണ് ചോദിക്കും. പക്ഷെ നമ്മൾ ഉറങ്ങുകയല്ലോ, അപ്പൊ അതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ലോട്ടറി വിൽപ്പനയില് താങ്കൾ സംതൃപ്തനാണ്? എന്ത് പണിയാണെങ്കിലും അത് അഭിമാനമുള്ള ജോലിയാണ് അല്ലെ? അതുകൊണ്ട് എന്താ നടന്നു പോകണ്ടോ കുടുംബമൊക്കെ? അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു ചെറിയൊരു കടയെടുത്തിട്ട് അതിൽ കുട്ടികൾക്കുള്ള മുട്ടായി ഒക്കെ വെച്ചിട്ട് ഇരിക്കാന്നുള്ള പ്ലാന്. ലോട്ടറി പോകാൻ. ഇപ്പൊ ലോട്ടറി അടിച്ചു താങ്കൾക്ക്, അത് മനസ്സിലായോ? ഏതാ ലോട്ടറി? ഇതിൽ കൂടുതൽ ലോട്ടറി ഇല്ല. ബ്രഹ്മജ്ഞാനം തന്നെയാണ്. താണ്ടിട്ട് വേറൊരു ലോകവും ഇല്ല. വേറൊരു ലോട്ടറി ഇല്ല. ബ്രഹ്മ സത്യങ്ങളെ ദർശിക്കാൻ തുടങ്ങി അങ്ങല്ലേ? അത് VMCയിലൂടെ കിട്ടിയതുകൊണ്ട് VMCയോട് എന്താ തോന്നണേ? എന്താ പറയാനുള്ള വാക്കില്ല. ഇതിൽ പറയാനുള്ള വാക്കില്ല. ഞാൻ ഇതുവരെ പറയാതെ അങ്ങനെ നിന്നതാണ്. പക്ഷെ ഇന്നൊക്കെ കൂടി കിട്ടില്ല, പറയിപ്പിച്ചു. പക്ഷെ മനസ്സിലൊരു ഭാരം പോയി, സത്യം തന്നെയാണ്. പക്ഷെ ഇത് എല്ലാവർക്കും കിട്ടില്ല. പക്ഷെ ഞാൻ പറയണത് കിട്ടിക്കഴിഞ്ഞാൽ ആ സുഖവും അനുഭവവും എല്ലാവർക്കും കിട്ടണം. പക്ഷെ എല്ലാവരും ചെയ്യണം. പക്ഷെ ഞാനിത് ചെയ്യാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഇതിനേക്കാളും ചെയ്യാൻ പറ്റും. അത് അറിയണം അതെന്താണെന്നുള്ളത്. താങ്കൾക്ക് ഇത് കിട്ടിയെങ്കിൽ പൂർവ്വജന്മങ്ങളായിട്ട് താങ്കൾ എത്രയോ ദിവ്യമായിട്ടുള്ള സാധനങ്ങളിലൂടെ അത് സ്പാർക്കായി. ഫ്രണ്ട് പറഞ്ഞു തന്നു, ഫ്രണ്ട് ചിലപ്പോ അങ്ങേപോലെ ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും. പിന്നെ എന്താ പറയാനുള്ളത്? ധ്യാനം എന്താ പറയാ, മദ്യം കഴിച്ചിട്ടുണ്ട്, എല്ലാം ഞാൻ ഒന്നും ചെയ്യാത്തതല്ല. പക്ഷെ ഇപ്പൊ ഒന്നും ഞാൻ ചെയ്യില്ല. വിരക്തിയായി അതിനോട് അല്ലേ? എല്ലാത്തിനോടും സ്വയം നിർത്തി ഒന്നും വേദനിപ്പിക്കാൻ പോകുന്നില്ല. മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? ഒരുപാട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരും അങ്ങനെ ഉൾക്കൊള്ളുന്നില്ല. പക്ഷെ അവർക്ക് ചെയ്തത് എന്താണെന്നുള്ളത് അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് വിടില്ല. പക്ഷെ മിക്കവാറും ആൾക്കാരൊന്നും പറഞ്ഞിട്ടുണ്ട് അവർക്ക് ചെയ്യാൻ ഒന്നും കൊടുക്കണ്ടല്ലോ, ഇതിനൊന്നും ചെലവില്ലല്ലോ. അവനവനെ ഒരു 10 മിനിറ്റ് ഇരുന്ന് നോക്കി. ഇപ്പൊ 2 വർഷമായി VMC കണക്ട് ആയിട്ട്. എന്തെങ്കിലും സീമാജിക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് അല്ലെങ്കിൽ സീമാജിക്ക് ഇത് ആവശ്യമുണ്ടോ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ട് ₹1 VMCക്ക് വേണ്ടിട്ട് ചെലവാക്കേണ്ടതുണ്ടോ? ഫീസ് ഇല്ല, ഒന്നുമില്ല. ഞാനായിട്ട് പോവുകയാണ്. ഇന്നവിടെ പരിപാടി നടക്കുന്നത് പറഞ്ഞ് ഞാൻ എന്റെ കാര്യങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഞാൻ അവിടെ എത്തുക. അത് പറഞ്ഞാൽ എനിക്കത് ആവശ്യമാണ്, അത് എന്റെ ആവശ്യം. എന്നെ കാണാൻ 2 ഇടത്ത് വന്നിട്ടുണ്ട്. ഇത് 3ാമത്തെ. വീട്ടിലേക്ക് വരാൻ തോന്നി. സന്തോഷം. താങ്കളെ പോലുള്ളവരെ കാണുക പറഞ്ഞാൽ സൗഭാഗ്യമാണ് ഞങ്ങളുടെ സൗഭാഗ്യമാണല്ലോ. ഇങ്ങനെ ഒരാൾ പറഞ്ഞു തന്നിട്ട് അതിനെ കൊണ്ട് എത്തിക്കണമെന്നത്. അവിടെ ഇന്നത് അവിടെ ഉണ്ട്, നിങ്ങൾ പുകയും പറഞ്ഞ ഒരാൾ വേണം. ആ പറഞ്ഞു തന്ന വ്യക്തി ആരാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്നാണ് കണ്ടിരിക്കുന്നത്. പക്ഷെ അല്ലെങ്കിൽ ഇത് നമുക്ക് അറിയില്ല. ഇപ്പൊ ഞാൻ ഇന്നിപ്പോ വീഡിയോയിൽ കാണുമ്പോ ആദ്യമൊക്കെ അംഗീകരിക്കാൻ പറ്റിയോ പറയുന്ന കാര്യങ്ങളൊക്കെ? അത് പെട്ടെന്ന് നമുക്കത് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞങ്ങൾ ഇരുന്ന് ആ ഒരു സുഖം തോന്നുമ്പോൾ 10 മിനിറ്റ് ആണെങ്കിൽ നമ്മൾ ഇന്നത്തെ ഇതിനോട് ബന്ധമുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് നമുക്ക് ഇന്നതാണെന്നുള്ള മനസ്സിലായി. പക്ഷെ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഇവിടെ പ്രോപ്പർ കണക്ട് ആയല്ലേ? അത് നമ്മൾ അവർ പറയുന്നത് മറ്റേതിലൊക്കെ പറയണത് നമ്മൾ നെറ്റിൽ ഇങ്ങനെ പ്രകാശിച്ച് തീർന്നാണ്. പക്ഷെ നമുക്ക് ശൂന്യത്തിൽ നിന്ന് ഇങ്ങനെ കിട്ടുന്നുള്ളതിന്റെ അറിയില്ല. നെറ്റിയിൽ മാത്രമാണോ പ്രകാശമുള്ളത് മാഷേ? അല്ല, ശൂന്യത്തിൽ വന്നപ്പോൾ നമ്മൾ ഫുള്ളായി. അത് നമ്മൾ ശരീരം നമുക്ക് ഉണ്ട് എന്നുള്ളത് അറിയില്ല. ആ സമയത്ത് നമ്മൾ ഇരിക്കുന്നത് ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ തൊട്ട് നോക്കിയിട്ടുണ്ട്. ഞാൻ ഭൂമിയിൽ തന്നെയാണോ ഇരിക്കുന്നത്, എന്റെ ശരീരം ഉണ്ടോ എന്ന് ഒരുപാട് പ്രാവശ്യം നോക്കിയിട്ടുണ്ട്. അതായത് ആത്മാനുഭവം വരുമ്പോ പാരമ്പര്യമായിട്ടുള്ള അവസ്ഥ വരുമ്പോ നമ്മുടെ ഞാൻ എവിടെയെന്നുള്ള ആലോചന വരുമ്പോ സ്പഷ്ടമായിട്ടുള്ള അവയർനെസ്സിൽ തൊട്ട് നോക്കി അത് ഞാൻ ശരീരം എനിക്കുണ്ടോ എന്നുള്ളത്, ശരീരം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഇരിക്കുന്നുണ്ട്. അത്ര ഭൂമിയിലാണെന്നും അറിയില്ല. അപ്പൊ ഭൂമിയിൽ തൊട്ട് നോക്കിയിട്ടുണ്ട്. അപ്പൊ സംഭവം ഭൂമി തന്നെയാണ്, മനസ്സുകൊണ്ട് സങ്കല്പിക്കുന്നത് ഭൂമി തന്നെയാണ്, ശരീരം ഉണ്ട് എന്നൊക്കെ ഞാൻ നോക്കി.
ഇപ്പോ മറ്റു പലയിടത്തും അത് അവർ പറയും ഇവിടെ ഭൂമധ്യത്തില് അല്ലെങ്കിൽ വേറെ ഒരു കാന്തിയെ മാത്രം. പക്ഷെ നമ്മൾ ഈ ദേഹം ധരിച്ച കാന്തി ദേഹങ്ങളാണ് നമ്മള്. ഈ സ്ഥൂല ശരീരം ഇവിടെ ഉണ്ടാവും. പോണതാരാ? കാന്തി ദേഹങ്ങളാണ് യാത്ര ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഉണ്ടാവുന്ന അനുഭവങ്ങൾ പല പല കാഴ്ചകൾ കണ്ടു, പല സത്യങ്ങൾ അറിയാൻ പറ്റും. അതുകാരണം ഈ ആത്മാവിനെ നമ്മൾ ഒരിക്കലും മരിച്ചുപോയി ഒരിക്കലും കാണാൻ കിട്ടില്ല. ആ രൂപത്തിൽ അതിനെ കാണാൻ കിട്ടില്ല എന്നുള്ളത് എനിക്ക് 100% ഞങ്ങൾ ജനിച്ച മുതലേ കാണാൻ തുടങ്ങി. പക്ഷെ ഇതിൽ കൂടെ അതിനൊക്കെ എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ മനസ്സിലായത് എന്താ? അതായത് ആത്മാവിന് മരണമുണ്ടോ? മരണമില്ല, ആത്മാവിന് മരണമില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് അവരിന്റെ ഇതില് അവര് വീണ്ടും പുനർജന്മം വേറെ എടുക്കുമ്പോഴേ അവരെ മറക്കാൻ പറ്റും, മായാൻ പറ്റും, അല്ലെങ്കിൽ അവരിനെ കാണാതിരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലാകുന്നു. അത് എന്താണെന്നുള്ളത് അവരിൽ നിന്നിട്ട് തന്നെ കാണണം. അല്ലാണ്ട് ഈ മരിക്കുന്നത് വരെയുള്ള ആ രൂപം തന്നെയാണ് മരിച്ചിട്ടും ആത്മാവിലും അതേ രൂപം തന്നെയാണ് കാണുന്നത്. ഞാനപ്പോൾ കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഞാൻ ഭൂമിയിലാണോ എന്താണോന്ന് എനിക്കൊരു പോലുമില്ല. ആ ഇപ്പോൾ ഒരു 8 വർഷത്തോളമായിട്ട് മൂപ്പര് മരിച്ചിട്ട് ആ മരിച്ച വ്യക്തി എൻ്റെ നല്ല ഓർമ്മയാണ്. ഞാൻ മൂപ്പരുമായിട്ട് സംസാരിച്ച വ്യക്തിയാണ്. ആളാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ വന്നപ്പോൾ സിമ പറഞ്ഞിട്ടുണ്ട്, വന്ന് പേടിക്കാൻ പാടില്ല, നിങ്ങൾ മനസ്സുകൊണ്ട് ചോദിക്കുക നിങ്ങൾ ആരാണ്, അറിഞ്ഞ ഭാവം കാണിക്കുക. അങ്ങനെ ചോദിച്ചതോടെ അവരുണ്ടാകും. ഇപ്പോ മണിസാറിന് പരിചയമുള്ള മുഖമാണത്. അവരുടെ ദേഹം, ഈ ഭൗതിക ദേഹം ഉപേക്ഷിച്ചു, കാന്തി ദേഹം അവർ ഉന്നത തലങ്ങളിലേക്ക് യാത്രയായി. പക്ഷെ അവിടെ പരിചയമുള്ളത്, അതായത് ആ ഒരു ചൈതന്യത്തെ മണിസാറിന് പരിചയമുള്ള ഭാവത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ അവർ ചൈതന്യങ്ങളാണ്, ഒരു എനർജീസ് ആയി. ഫസ്റ്റ് നമ്മളെങ്ങനെയാണ്, അതൊരു അമ്മയാണ്. ആ അമ്മന്റെ രൂപത്തിൽ തന്നെയാണ് ഞാൻ കാണുന്നത്. അപ്പോഴാണ് നമുക്ക് പരിചയം. അതെ അതെ. എന്താ വെച്ചാൽ നമ്മൾ ഈ മഹാഭൗതികതയില് ഈ മായാഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് പരിചയം ആവണമെങ്കിൽ രൂപം ആവശ്യമാണ്. ആ രൂപത്തിലാണ് കാണുന്നത്. ഇതിന്റെയൊക്കെ പിന്നിൽ ഒരുപാട് ആഴമുണ്ട്. പക്ഷേ സന്തോഷം. ഇപ്പൊ ഏത് അവസ്ഥയാണ് താങ്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിത്യാനന്ദ സ്ഥിതിയാ? ഇപ്പൊ എനിക്ക് എന്താണെന്ന് പറയാറുണ്ട്, അതൊരു സുഖം പറയാൻ പറ്റില്ല. അത് പറഞ്ഞാൽ പറഞ്ഞ് തീർക്കാനും പറ്റില്ല. ജീവിതത്തിൽ ഇതുപോലൊരു സുഖം എനിക്ക് ഇനി കിട്ടാനില്ല. ധ്യാനത്തിലൂടെ സ്ഥിതി കിട്ടാനുമില്ല. ഇപ്പോ നമ്മുടെ മെർക്കബ പിരമിഡ്, നമ്മുടെ കേരളത്തിൽ തന്നെ ഫസ്റ്റ് മെർക്കബ ഹീലിംഗ് പിരമിഡ് ഹൗസ് ആണിത് അല്ലേ? അപ്പോൾ ഇതിലിരുന്നപ്പോ ഇന്ന് ധ്യാനം മതിയായിട്ടില്ല. ഇപ്പൊ ഇതിൽ വിളിക്കുമ്പോ ഒന്ന് എന്താ പറയുക, നമ്മളൊന്ന് ശരിക്കൊന്ന് അഴിഞ്ഞൊന്ന് ആവുമ്പോഴേക്കും വിളിക്കാവും. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഇരുന്ന് കാലൊന്ന് കടയണമെന്ന് 1 മണിക്കൂർ മേലെ, 1 മണിക്കൂർ മേലെ കാലൊന്ന് കടയാൻ, എന്നിട്ടാണ് കാല് നോർത്തിട്ട് തിരിച്ച് ആ കാല് വെക്കുമ്പോ തന്നെ 1 മണിക്കൂർ. അത് ഇന്നിപ്പോ ഇത്രയും പേര് എല്ലാവരും കൂടി നമുക്ക് ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമാണ് വിളിച്ചത്. ഇനി എത്ര നേരം വേണമെങ്കിൽ പോയിട്ട് കഴിച്ചിട്ടുള്ളൂ ഈ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്. അത് എങ്ങനെ പറയാന്നുള്ളതാണ്, വാക്കുകളില്ല. പക്ഷെ എനിക്കിപ്പോ 1 മിനിറ്റിൽ പോയി ഇരുന്ന മതി തോന്നി. അത്രയും സമയമായിട്ടുള്ളൂ. വിളിച്ചു. അത്രയും നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വിളിച്ചത്. എല്ലാവരും ഒന്ന് ഒത്തുചേർന്നതല്ലേ? അപ്പൊ അതുകൊണ്ട്. പക്ഷെ അത് താങ്കൾക്ക് തോന്നിയത് 1 മിനിറ്റ് ആയിട്ട് എഴുതുന്നതാണ്. അതാണ് പിരമിഡിന്റെ ശക്തി, അതാണ് പിരമിഡിന്റെ പവർ. അത് മെർക്കബ പിരമിഡ് എന്തൊരു പവറാ. അപ്പൊ ഇത് ഫസ്റ്റ് ടൈം അല്ലേ ഇതിൽ ഇരിക്കണം ആ ഒരു എക്സ്പീരിയൻസ്? പക്ഷെ ഞാൻ വീട്ടിൽ മറ്റേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടിരിക്കും. കുറെ ആദ്യമൊക്കെ വെച്ചിരുന്നു. ഇപ്പൊ മുകളിൽ ഇങ്ങനെ വല കെട്ടിട്ട് അതിൽ തൂക്കിയിരിക്കും. അത് നമ്മള് ഫസ്റ്റ് തുടങ്ങുമ്പോ നമ്മൾ ഉറങ്ങും, ഇരുന്ന് തലതാക്കും. അപ്പൊ അത് വീഴും. അതുകൊണ്ടാണ് ടോപ്പ് പിരമിഡ്സ് ഒക്കെ കുറച്ച് ഫെയിലിയർ ആയി. ഇത് ഇത്രയും വലിയ പിരമിഡ് കെട്ടിയിരിക്കുകയല്ലേ, അതിന്റെ ഒരു പവർ ഇരുന്നിട്ട് 1 സെക്കൻഡ് പോലെ ആകുമ്പോഴേക്കും വിളിച്ചു വിട്ടു. അതാണ് അതൊരു അത്രയും നേരം വിളിച്ചത് നമ്മള്. ഒരുപാട് സമയമായിട്ടുണ്ട്. പക്ഷെ 1 മിനിറ്റ് ആയ പോലെ തോന്നി. അപ്പൊ എന്തായാലും ഇനി താങ്കൾ ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ആവോളം പോയിട്ട് ഇരിക്കും. ചങ്ങയെ പോലെയുള്ള ഈ ദിവ്യമായിട്ടുള്ള അവസ്ഥ ആർത്തിയോട് കൂടിയിട്ട് ആർത്തിയാണ് ഇപ്പൊ അതിൽ എത്ര ഇരുന്നാലും നമുക്ക് മതിയായില്ല. നമ്മൾ ആരും വിളിക്കാതിരുന്ന നാളെ വരെ ഇരിക്കുന്നത്. ചിലപ്പോ അങ്ങനെ ഇരുന്ന് പോയിക്കാളെ. അത് അറിയുക, അത് ഇരുന്ന് ആ സുഖം കിട്ടിയാൽ അറിയൂ. അതിൽ പറഞ്ഞാൽ നമ്മൾക്ക് ഒരു മറ്റൊരാൾക്ക് അത് എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇത്തിരി അതിലിരുന്ന് അനുഭവിക്കണം. ഒരു പഞ്ചസാരയാണ് പറഞ്ഞ് കണ്ടതുകൊണ്ട് അറിയില്ല, അത് കഴിച്ചാലേ മധുരമുണ്ട് എന്ന് പറഞ്ഞാൽ അതേ കാര്യമാണ്. ഇത് അനുഭവിച്ചാലേ അതിന്റെ തൃപ്തി വരുവുള്ളൂ. പക്ഷെ പറയുമ്പോൾ അവർ തോന്നുന്നു അങ്ങനെ ഉണ്ടോ എന്നുള്ളത്. അത് അനുഭവിച്ച് അറിയണം, സുഖം കിട്ടണം. അതിന്
പക്ഷെ അതെല്ലാം ഉപേക്ഷിക്കും. നമ്മൾക്ക് എന്ത് വേണമെന്ന് നമ്മൾ ആർത്തി പിടിക്കണം, അതൊക്കെ ഉപേക്ഷിച്ചു പോകും. പക്ഷെ കുടുംബത്തിൽ ഉപേക്ഷിക്കേണ്ട, നമ്മളൊന്നും ഉപേക്ഷിക്കേണ്ട. നമ്മളെ ആധ്യാത്മിക അഭിവൃദ്ധിക്ക് തടസ്സം വരുന്ന അതെല്ലാം നമ്മളെ വിട്ടുപോകും, എല്ലാറ്റിനും വിട്ടുപോകും. പക്ഷെ ഇനിയിപ്പോ നമ്മൾ ആലോചിക്കും, ഇപ്പൊ എന്തിനാണ് ഇതൊക്കെ നമ്മൾ പിടിച്ചു നേടുന്നതെന്നുള്ളതാണ്. ഒന്നും അവിടെ കാണാനില്ല, പിടിച്ചു നേടാൻ ഒന്നുമില്ല. നമ്മൾക്ക് എത്ര വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നമ്മുടെ അല്ല. അത് ഞാൻ ആത്മഹത്യക്ക് എനിക്ക് ഇതൊന്നും അങ്ങനെയുള്ള ബോധമൊന്നും ഉണ്ടാകുന്നതല്ല. ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് സമൂഹത്തിൽ കാട്ടിക്കൂട്ടുന്നതാണ്. പക്ഷെ ഇതൊന്നും നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ മക്കള് അത് അവര് ഇത് പോയി നമ്മൾ പിടിഞ്ഞു പോയി, നമ്മൾ ഉണ്ടാക്കിയതൊന്നും നമ്മുടെ അല്ല, നമ്മൾ വിട്ടുപോയി. അത് മനസ്സിലായി ഇതിപ്പോ എന്താണെന്നുള്ളത്. പിന്നെ ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞു, അവർക്കത് അറിയാതെ അവർ തന്നെയാണ് സ്വയം ഇതൊക്കെ അനുഭവിക്കുന്ന വേദനകൾ. പക്ഷെ ഒരു മിനിറ്റ് ഇതിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യില്ല, സംസാരിക്കില്ല. ഒരുപാടൊക്കെ എനിക്ക് വെള്ളം കഴിക്കുന്നതൊക്കെ വെള്ളം കൂടി നിർത്തിയതും ഇറച്ചിമീനും നിർത്തിയതാണ് തലയ്ക്ക് സുഖമില്ല അവർക്ക് കാരണം. ഞാൻ കണ്ട ആ സുഖം അവർക്ക് ഒരിക്കലും സാധിക്കില്ല, ഭൂമിയിലായിരിക്കും കിട്ടില്ല. എന്റെ കൂടെ നടക്കുന്നവർക്ക് കിട്ടില്ല. ഞാൻ ഒരുപാട് ആൾക്കാരോട് പറയാൻ തുടങ്ങി. 2 വർഷമായി ഒരു നല്ലൊരു കൂട്ടുകാരനാണ്, മൂപ്പന്റെ അടുത്ത് പറയാൻ വേണ്ടി. മൂപ്പര് അതൊന്നും ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ ശരിയാ, തലയ്ക്ക് സുഖമില്ല എന്താ വെച്ചാൽ അവർക്ക് മനസ്സിലാവുന്നില്ല. നമ്മൾ സുഖം പ്രാപിച്ചു വരികയാണ്, സുഖമില്ലായ്മ അവരായതുകൊണ്ട് അവർക്ക് എന്ത് മനസ്സിലാവുന്നു, നമുക്ക് സുഖമില്ല. അവർക്കാണ് പ്രോബ്ലം ഉള്ളത്. പക്ഷെ നമ്മൾ സുഖം പ്രാപിച്ചു വരികയാണ്, ഒന്നും അറിയാനില്ല. എനിക്ക് എന്താ പറയാ, എല്ലാവരും പറയും എനിക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു കൂട്ടുകാരനും പറഞ്ഞു കൊണ്ടുപോകണം. ഞാൻ പറയുന്നത് എനിക്കൊന്നുമില്ല, എനിക്കൊന്നും പ്രശ്നമില്ല, ഞാൻ സന്തോഷമാണ്. എനിക്കെല്ലാം എന്തെങ്കിലും ഒരു വേദനയോ എന്ത് വന്നാലും എനിക്ക് എല്ലാവരും നോക്കി നമ്മളങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ മനസ്സ് ഹാപ്പിയാണ്, എനിക്ക് ഒരു പ്രശ്നമില്ല, സന്തോഷം. പൈസ കൊടുത്താൽ കിട്ടില്ല, കിട്ടില്ല. ആത്മാവിനെ അറിഞ്ഞ് ധ്യാനത്തിലൂടെ കിട്ടി ഇല്ലേ, സ്വയം ആർജിച്ചു. സീമാ സുഭാഷ് എന്തെങ്കിലും കൊടുത്തിട്ടൊന്നും നമ്മൾ വഴി പറഞ്ഞു, മൂപ്പരത് ആ വഴിക്ക് പോയി. നല്ല ഒരു എന്താ പറയാ, എങ്ങനെയാണ് അതിന് ഞാൻ പറഞ്ഞു കേൾക്കുക എന്നുള്ളത് എനിക്കും അറിയില്ല. അത്രയും ഒരു സുഖം കിട്ടണമെങ്കിൽ ചെയ്താലേ അറിയും. സുഹൃതം ചെയ്തവർക്ക് സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട് മാഷെ. അപ്പോൾ ധ്യാനം ചെയ്യാത്തവരോടും ധ്യാനത്തെ വിമർശിച്ചവരോടും ധ്യാനത്തിൽ വന്നിട്ട് പോയവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇത് അവരിനോട് ഇത് ഒരിക്കലും ഉപേക്ഷിക്കരുതെന്ന് ഞാൻ പറയണത്. ചെയ്തവര് എന്തായാലും അത് കടുമയായി ചെയ്യുക, ഒരിക്കലും അത് നിർത്തരുത്. പക്ഷെ ആ കുറച്ച് ദിവസം ചിലപ്പോൾ ചെയ്തിട്ട് ഇതൊന്നുമില്ല പറഞ്ഞിട്ട് വിട്ടുപോയിട്ടുണ്ടാവും. ഒരിക്കലും ആ തെറ്റ് ചെയ്യരുത്. ക്ഷമിച്ച് അതിലിരുന്ന് അത് പിടിച്ചെടുക്കണം. ഇത് പിടിച്ചിട്ട് ഇതെന്താ കിട്ടുന്നുള്ളത് അറിയണം. അത് അറിയുമ്പോൾ പിന്നെ ഒരിക്കലും അവർ വിട്ടുപോകും. പക്ഷെ അത് അറിയാത്തവർ വിട്ടുപോകും. സഹനം ഇല്ലാത്തവർ ഓടി ഓടി പോകും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിന് സഹനമുണ്ട്. നമ്മളിൽ എത്ര സഹനമുണ്ട്, എത്ര ചിത്തശുദ്ധിയുണ്ട്, എത്ര സമർപ്പണമുണ്ട്, എത്ര ശ്രദ്ധയുണ്ട്, വിനയുണ്ട്, നന്ദിയുണ്ട് എന്നൊക്കെ നമ്മുടെ ആത്മാവ്, നമ്മുടെ അന്തർപ്രപഞ്ചം, നമ്മുടെ ശ്വാസം എന്ന ഗുരു നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ചിട്ടാണ് കിട്ടുക. അതങ്ങോട്ട് ഫ്ലോ പോലെ വന്നു തുടങ്ങിയ പെട്ടെന്ന് ഒരു ഈ മനസ്സ് കറക്റ്റായിട്ട് പോണ ഒരു 41 ദിവസത്തിനുള്ളിൽ ഈ ശൂന്യത നമുക്ക് കിട്ടും. സത്യസന്ധമായിട്ട് ചെയ്യണം. നമുക്ക് വേറെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഉപേക്ഷിക്കോ ഒന്നും പാടില്ല. ആ ഇരിക്കുമ്പോൾ നമ്മളല്ലാതെ ഇരിക്കണം, ഭഗവാനായിട്ട് ലയിക്കാൻ വേണ്ടി ഇരിക്കണം. അപ്പോൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 41 മണ്ഡലകാലത്തിനുള്ളിൽ കിട്ടിയിരിക്കും മാഷെ. 41 ദിവസത്തിൽ ആർക്കും കിട്ടിയിരിക്കും. അതുകൊണ്ടാണ് VMC കഠിനമായി 41 ദിവസം ചെയ്യ്. അതുവരെ മിണ്ടി പോരുത്, ശബ്ദിക്കരുത്. അത് കറക്റ്റ് 41 ദിവസം. ഞാൻ പറയണേ എന്റെ അനുഭവമാണ്. 41 ദിവസം എനിക്കൊന്നും കിട്ടുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പക്ഷെ 41 ദിവസങ്ങളിൽ കിട്ടിയപ്പോ എന്റെ അനുഭവമാണ് പറയുന്നത്. പക്ഷെ എന്നെക്കൊണ്ട് ഇത് സാധിക്കുകയാണെങ്കിൽ എന്നെ ഇവിടെ വലിയ വലിയ ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ സിമ്പിളായിട്ട് ഒരു എന്താ പറയാ 10-20 ദിവസത്തിനുള്ളിൽ പിടിക്കാൻ പറ്റും. ഒരു മണ്ഡലകാലം വേണ്ടി വരില്ല. ഒരു 21 ദിവസത്തിനുള്ളിൽ അവർക്ക് പിടിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എന്നെ ഇവിടെ ഭക്തിയും എല്ലാം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിനൊന്നും നിനക്കെടുത്ത് ചെയ്യാൻ നിൽക്കുന്നില്ല. അതാണ് അവർക്കൊക്കെ അത് സിമ്പിളായിട്ട് ചെയ്യാം. വീഡിയോസ് കേൾക്കാറുണ്ടോ? വീഡിയോസ് കേൾക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ചിലപ്പോൾ വളരെ ഹാർഡ് ആയിട്ടായിരിക്കും പറയുന്നത്. നമ്മൾ നേരെയാക്കാൻ വേണ്ടി ടീച്ചർമാർ പറയുന്നത് വിട്ടെന്ന് പറയുന്നത് ഇതിൽ ദേഷ്യമില്ല. ഇതിൽ എങ്ങനെയാണോ പറയുന്നത് നമ്മളത് ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ടാൽ മാത്രമേ ആകെ എന്തൊക്കെയോ പറയണമെന്ന് പറഞ്ഞാൽ ശരിയാവില്ല.
പക്ഷെ നമ്മൾ പറയുന്നത് കാര്യമുണ്ട് എന്ന് എന്തിനാണ് പറയുന്നത് അത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി ചെയ്യണം. ഞാൻ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ആ ഗ്രൂപ്പിലേക്ക് ഞാൻ ഒരുപാട് ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഗ്രൂപ്പിലൊന്നും ഇല്ലാത്തവർക്ക് ഈ യൂട്യൂബിൽ നിന്ന് വിട്ട് കൊടുത്തിട്ടുണ്ട്. വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് അവർക്ക് നിങ്ങളിത് നോക്കി കിട്ടുന്ന സമയം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവര് കുറച്ചും കൂടി പോട്ടെ. ഈ എന്താ കുറച്ച് പോവുക എന്ന് പറയുന്നത് ഈ അവർ മദ്യത്തിന്റെ ഇതിലാണ്, ഇവര് ആ സുഖത്തിലാണ് നിൽക്കുന്നത്. അതിനെ വിട ഏറ്റവും ഒരു ലഹരി ഇതിലുണ്ട്. ഡബിൾ സുഖം. എന്താ പറയാ, ഇത് പറഞ്ഞത് ഇതില് കിട്ടുന്നത് പിന്നെ വേറെ കിട്ടില്ല. അത് ആർക്കും അറിയില്ല. ലഹരി മാത്രമല്ലല്ലോ, അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്താണെന്നുള്ളത് അറിയുമല്ലോ. ഇവര് എന്തിനാ വന്നിരിക്കണം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ, അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ വന്നു ലഹരി അടിച്ചു കിടന്നുറങ്ങി നേരമെടുത്ത് വർക്കിന് പോയി അത് കഴിഞ്ഞ് വന്ന് അങ്ങനെയല്ല. പക്ഷെ ഞാൻ അതായിരുന്നു എന്താണ് ഞാൻ അതായിരുന്നു ഞാൻ എൻ്റെ വഴി തേടിയത്. അത് തേടിയത് കറക്റ്റായിട്ട് ഇതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ല, ഇതിൽ എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് എൻ്റെ ശരിക്കുള്ള എന്താ പറയുക. അതിപ്പോൾ ഞാൻ ഒരു സ്റ്റെപ്പ് വെച്ചിട്ടല്ലേ ഉള്ളൂ. ഇതിന് പരിപൂർണ്ണൻ്റെ പകുതിക്ക് പോകുമല്ലോ. അപ്പോഴേക്കും ഞാൻ ഇതെല്ലാം അറിഞ്ഞിരിക്കുമല്ലോ. ഇപ്പൊ തന്നെ അങ്ങ് ഇത്രയും തിരിച്ചറിവോട് കൂടി ഉണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ട് താങ്കളുടെ പൂർവ്വജന്മ സാധന സംസ്കാരവും സുഹൃതങ്ങളുടെ അളവൊക്കെ മഹാ അപാരമാണ് മാഷെ. അങ്ങനെ കാണാൻ പറ്റിയില്ല. ഒരുപാട് സന്തോഷം. താങ്ക് യു ബാബ. വാക്കുകളില്ല. അതാ പറയാനും പറ്റില്ല. അനുഭവിക്കുന്ന സുഖം പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊന്നും വേദനിച്ചിട്ടല്ല, ആർക്കും കിട്ടാത്ത എനിക്ക് കിട്ടുന്നുണ്ടല്ലോ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. മറ്റുള്ളവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതെ, ഇതാണ് മക്കളെ അനുഭവിച്ചോളി എന്ന് പറയുന്നത്. പക്ഷെ അവർക്കത് കേൾക്കാനുള്ള സമയമായിട്ടില്ല. യെസ്. അപ്പൊ എന്തായാലും അതൊക്കെ കേൾക്കുന്ന ഒരു സമയം വരും. സത്യയുഗം വരാൻ പോണു. എല്ലാവരും അങ്ങേപോലെ സത്യ സാധന ചെയ്ത് സത്യത്തെ ദർശിച്ച് സത്യം പറയാൻ തുടങ്ങുമ്പോൾ സത്യയുഗം പരിപൂർണ്ണമാവും. അപ്പൊ VMC ചെയ്യുന്ന ഈ ഒരു ദിവ്യമായിട്ടുള്ള പ്രയത്നത്തിൽ അങ്ങേപോലുള്ള വജ്രങ്ങളെ ലഭിച്ചതാണ് VMCയുടെ ഭാഗ്യം. താങ്ക് യു മണി സർ. സന്തോഷം. അപ്പോൾ താങ്കളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന റിജുവിനും ജയശ്രീ ചേച്ചിക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഇന്ന് നമ്മളെല്ലാവരും കൂടി നമ്മൾ മലപ്പുറത്തേക്ക് ഇത് ടീച്ചറും സാറും അതേപോലെ തന്നെ നമ്മുടെ ജയശ്രീ ചേച്ചി, സൂര്യമ്മയും, പിരായിരി അമ്മയും, പിന്നെ റിജുവും, പിന്നെ പുതിയ ആളും എല്ലാവരും കൂടി നമ്മൾ ഹാപ്പിയായി ഇന്നത്തെ സത്സംഗം വളരെ ഫാന്റാസ്റ്റിക് ആയില്ലേ? സന്തോഷമായില്ലേ? യെസ്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരണം, പിരമിഡിൽ ധ്യാനം ചെയ്യണം. എല്ലാവരും ഇത് ചെയ്യണം. എന്റെ അഭിപ്രായമാണ്. അവരുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളടക്കം മാറ്റി നിർത്താൻ സാധിക്കും. ഇതിന്റെ ഒരു ശക്തിയില് അവരുടെ വീട്ടിലെ ആ മക്കൾക്കും കുട്ടികൾക്കും ഇനി വരുന്ന കുട്ടികൾക്കടക്കം ഇത് പറഞ്ഞു കൊടുക്കണം. സത്യം പറയണ പറഞ്ഞാൽ ഇത് ചെറിയ കുട്ടികൾക്കടക്കം പറഞ്ഞു കൊടുത്താൽ ഇരുത്തി അവരിനത് പഠിപ്പിച്ച് അവരിൻ്റെ ഒരു ലക്ഷ്യത്തിൽ അവർ പിന്നെ പോകുന്നത് ഒരു വർഷം അവർക്ക് പാടിച്ചു. ഒരു വർഷം വേണ്ട, ഒരു മണ്ഡലകാലം അവർ പിടിച്ചിരുത്തിയാൽ പിന്നെ അവർ പോയി, പിന്നെ അവർ തന്നെ പോകുന്നത്. അത് ഞാൻ ഇന്ന് പറയുന്ന കുട്ടികളിനടക്കം പറഞ്ഞ് മനസ്സിലാക്കി ഇരുത്തേണ്ടത്. ഓരോ സ്കൂളിലും ഇതൊരു സബ്ജക്റ്റ് ആയിട്ട്, ഇതൊരു പീരിയഡ് ആയിട്ട് മെഡിറ്റേഷൻ പഠിപ്പിച്ചിരിക്കണം. അതാണ് ഞാൻ പറയുന്നത്. സ്കൂളിൽ ഒരു 5 മിനിറ്റെങ്കിലും അത് പറഞ്ഞു കൊടുക്കാൻ. അതെല്ലാം അത് ആൾക്കാരാരാവട്ടെ, എന്തോ വൃദ്ധായിക്കോട്ടെ, പക്ഷെ മനുഷ്യനാണല്ലോ ഇല്ലത്. ആ കുട്ടികൾക്കൊന്ന് ഒരു 5 മിനിറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ അത് ഏറ്റവും വലിയൊരു ഉപകാരമായിരിക്കും. അത് അല്ലെങ്കിൽ അവർ വളർന്നത് പിന്നെ സ്വയമായിട്ട് പഠിക്കണമല്ലോ. ഇതിപ്പോ തന്നെ വഴിതിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് അവർക്ക് വേറെ ഒന്നും മനസ്സിൽ പല ഭാരങ്ങളും ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കൈ കിട്ടുകയും ചെയ്യും. അത് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെയാണ്. അത് സ്കൂൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇല്ല, മാറ്റം വന്നു തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിതായിട്ട് നമ്മൾ ഒരുപാട് പ്രയത്നം ചെയ്യുന്നുണ്ട്. അതേപോലെ ദിവ്യാത്മസ്വരൂപർ ഒരുപാട് പേര് പ്രയത്നം ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയാവും, പക്ഷെ സമയം പിടിക്കും. പക്ഷെ എന്നാലും ആ കിട്ടുന്ന ഒരു എന്താ പറയാ, ഈ സ്കൂളിൽ ഒരു കളിക്കാൻ വേണ്ടിട്ട് ഒരു പീരീഡ് ഉണ്ട്. നമ്മൾ സ്കൂളിൽ വളരെ കമ്മിയാണ്, കുഴപ്പമില്ല. അതിലൊക്കെ മാതിരിയുള്ള സമയങ്ങളിൽ ഒരു കളിച്ചു കഴിഞ്ഞാൽ അത് എന്താ പറയാ, അവരിനെ എല്ലാം കൊണ്ട് മാറ്റിയെടുക്കും. കുട്ടികളെയും മാറ്റിക്കൊണ്ടു. നമ്മൾ പല സ്കൂളിലും പോയിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ വെയിലത്ത് കൊണ്ടുപോയിട്ട് കുട്ടികളെ പ്രയറിന് നിൽക്കണ ആ സമയം കുട്ടികളെ ആ റൂമിലിരുത്തിട്ട്, ക്ലാസ് റൂമിൽ ഇരുത്തിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നത് നമ്മൾ ഒരുപാട് സ്കൂളിൽ പോയി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഈ ധ്യാനം എന്താണെന്ന് അറിയാത്ത കാരണം പക്ഷെ മാറ്റം വരും തീർച്ചയായും. ഒരു സാരെങ്കിലും അതില് ഇന്നതാണെന്ന് പറഞ്ഞാൽ ആ കുട്ടികളെ കൊണ്ട് ആ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഫസ്റ്റിലായിരിക്കും.
അപ്പൊ അത് കാണുമ്പോൾ എല്ലാ മാസ്റ്റർമാർക്കും അത് ചെയ്തിരിക്കണം. VMC-യിൽ ചില ടീച്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് ചെയ്തു കൊടുത്ത കുട്ടികൾ ആ ബുദ്ധിയോടുകൂടി അവർ ചെയ്യുമ്പോൾ അവർ ഒരുപാട് തോൽവി വരില്ല. ആ തോൽവി വരാത്ത സമയത്ത് ഈ കുട്ടികൾ അടുത്ത ക്ലാസ്സിൽ കുട്ടികൾ തോന്നും ഇന്ന ക്ലാസ്സിലെ കുട്ടികൾ ഇന്ന സ്കൂളിലെ കുട്ടികൾ നല്ല പരിശുദ്ധോടെ മാർക്കോടെ കൂടി ജയിച്ചു എന്താ കാരണം അവർ അന്വേഷിക്കും. അപ്പൊ അവരും അത് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും അങ്ങനെ സ്പ്രെഡായി പോയിക്കൊണ്ടേയിരിക്കും. ഇത് കേവല സ്കൂൾസ് മാർക്ക് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ കുട്ടിയെ ഒരു നല്ലൊരു മനുഷ്യനായി വാർത്തെടുക്കണം. അവർ എവിടെ എത്തുന്നുള്ളത് തന്നെ അറിയാം. അവർക്ക് തന്നെ സ്വയം കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ജസ്റ്റ് ശ്വാസത്തെ ഒന്ന് കണക്ട് അവർ മറന്നുപോയ കുട്ടികൾ പെട്ടെന്ന് ഗ്രഹിച്ചെടുത്തു. പഠിപ്പ് മാത്രമല്ലല്ലോ, ഇതാണ് ശരിയായ പഠിപ്പ്. ഭൂമി എന്താണെന്നുള്ളത്, ഭൂമിയിൽ എന്താണ്, ഞാൻ എന്തിനാ വന്നു എന്നുള്ളത് അവരറിയുമല്ലോ. അല്ലാണ്ട് ഇതൊന്നും അറിയാതെ തിരിച്ചു പോകണം. ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ എൻ്റെ ചെല്ലാത്തിലൊക്കെ അവർക്കൊന്നും അറിയാതെ തിരിച്ചു പോയതാണ്. പക്ഷെ ഒരാളെങ്കിലും പക്ഷെ മൂപ്പർക്ക് ഇങ്ങനെ ചെറിയ എന്താ പൂജാവിധികളൊക്കെ മൂപ്പർക്ക് അറിയാം. എന്നാലും അവർക്ക് ഇതുമ്പോൾ ഞാൻ എനിക്ക് കിട്ടിയ മാതിരിയുള്ളത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഇതിൽ പറയുന്ന കുടുംബത്തിൽ തന്നെ ഒരുപാട് സ്വന്തങ്ങൾ അറിയാണ്ട് പോയിട്ടുണ്ട്. ഞാനിങ്ങനെ പറയുന്നുണ്ട് എന്താണ് അത് എന്തിനാണെന്നുള്ളത്. നമുക്ക് അവർ ചെയ്തൊരു 5 മിനിറ്റ് കിട്ടുന്ന സമയം വെറുതെ ഇരിക്കുന്നത് തീർച്ചയായും ഞാൻ പറയുന്നത്. ഭൂമിയിൽ എല്ലാം വന്നിട്ടുള്ളവർ എല്ലാവരും ചെയ്യണം, ചെയ്തിട്ട് അറിയണം എന്താണ് ഞാൻ ചെയ്ത പാപങ്ങൾ അല്ലെങ്കിൽ ഞാൻ ചെയ്ത പുണ്യം എന്താണെന്ന് തിരിച്ചിട്ട് അറിയാൻ സാധിക്കും. സന്തോഷം മണി സർ, ഒരുപാട് സന്തോഷം. ഇത് കേൾക്കുന്ന ഓരോ ദിവ്യാത്മ സ്വരൂപരും VMC മലയാളം യൂട്യൂബ് ചാനൽ കാണുക, കേൾക്കുക, ഗ്രഹിക്കുക. എല്ലാം സൗജന്യമാണ് ഇവിടെ. നിങ്ങളുടെ എന്ത് ഡൗട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ഫ്രീ ആയിട്ട് പഠിക്കണമെങ്കിൽ എവരിഡേ ക്ലാസ്സസ് സെഷൻസ് അറ്റൻഡ് ആണെങ്കിൽ എല്ലാം സൗജന്യമാണ്. 9959233202 കോൾ ചെയ്താൽ മതി. ഫസ്റ്റ് കമൻറ്റിൽ തന്നെ വീണ്ടും ഈ നമ്പർ സേവ് ചെയ്യുന്നതായിരിക്കും, അത് പിൻ ചെയ്തതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ദിവ്യാത്മ സ്വരൂപരുടെ അനുഭവങ്ങളും മഹാസൂക്ഷ്മ രഹസ്യങ്ങളും ജീവിതശാസ്ത്രവും കർമ്മസിദ്ധാന്തവും കാര്യകാരണ സിദ്ധാന്തവും മരണാനന്തര ജീവിതവും ജന്മരഹസ്യവും എല്ലാത്തിൻ്റെ ആഴങ്ങൾ കടുക് കീറി പറഞ്ഞു തന്നിട്ടുണ്ട് VMC മലയാളം. അപ്പോൾ എല്ലാവരും ഉള്ള സ്ഥിതിയിൽ നിന്ന് ഉന്നത സ്ഥിതിയിലേക്ക് വരിക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തി എന്നുള്ളത് സമ്പാദിക്കുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളും സമാധാനങ്ങളും ലഭിക്കുക. അതാണ് ജീവസമാധി. അപ്പോൾ ആ ഉത്തമോത്തമായിട്ടുള്ള സ്ഥിതിയിലേക്ക് വരാൻ മണിസാറിനെ പോലെ ഓരോ ദിവ്യാത്മ സ്വരൂപർക്ക് സാധിക്കട്ടെ. താങ്ക് യു.